ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ്റെ. എന്നിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഇല്ലേ, അത് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ എങ്ങും എത്താതെ നിർത്തി വെച്ചേക്കായിരുന്നു. ഇന്നത്തെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയൊക്കെ നമ്മളും പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ പറയുന്ന കേട്ടിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും വീണ്ടും അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയി എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ആ പരിപാടിയിലായിരുന്നു ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അതിരുന്ന് ചെയ്യാനുള്ളൊരു ടൈമൊന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ രാത്രി വെട്ടി വെച്ചു, തുണി ജസ്റ്റ് ഒന്ന് പാൻറ്റിൻ്റെ തുണിയൊക്കെ വെട്ടി വെച്ച് ഇന്നലെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഒരു 7 പാൻറ്റ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഒരു 3 അളവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് പെൻഡിങ് വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഒരളവും കൂടി കിട്ടി. ഇന്ന് രാവിലെ അല്ല, ഇന്നലെ രാത്രി ഒരളവും കൂടി കിട്ടി. അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്നിട്ട് ആ ഒരു പാൻറ്റും കൂടി ഞാൻ വെട്ടി. ജസ്റ്റ് അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അടുക്കളയിലോട്ടൊക്കെ കയറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാപ്പി മാത്രം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി അരി അടുപ്പത്തോട്ടിട്ടു, അത്രേ ചെയ്തോളൂ. വീണ്ടും ഞാൻ എൻ്റെ ജോലിയായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് പരിപാടികൾ മന്ദഗതിയിലായി പോവും. അപ്പോൾ എല്ലാം കൊളാവും കേട്ടോ. ഞാൻ പിന്നെ സമയത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ഓടേണ്ടി വരും. ഇനി ഒരു 3-4 ദിവസം കൂടിയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എനിക്ക് വെള്ളിയാഴ്ച 20-ാം തീയതി ഒരു കല്യാണമുണ്ട്. പിന്നെന്താ, കുറച്ച് തുണി എടുക്കാനുണ്ട്. ഞാൻ കുറച്ച് തുണി എടുത്തോളൂ. എങ്ങനെയാവും, സാറ്റിൻ ആയതുകൊണ്ടേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇത് ചെയ്താൽ ശരിയാവോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ കുഞ്ഞു മക്കളുടെ പാൻറ്റ് ഞാൻ ചെയ്ത് നോക്കി, അത് വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അതിൽ ഉടുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചലം മുച്ചലം കീറിപ്പോകുന്നുണ്ട്. ഞാൻ ഒരെണ്ണം ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് പിഞ്ച് പോവാം കേട്ടോ. സാറ്റിൻ അറിയാമല്ലോ, നമ്മൾ ലൈനിങ് ഇല്ലാണ്ടൊക്കെ ചെയ്യുമ്പോൾ സാറ്റിൻ ഇരിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ലൈനിങ്ങും കൂടി കൊടുത്തിട്ട് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുവാണ്. പിന്നെ ബോയ്സിൻ്റെ ധോത്തി പാൻറ്റ്, അത് ഞാൻ സാറ്റിനാണ് എടുത്തേക്കുന്നത്. മിക്കവാറും അതെനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒറ്റ യൂസായിരിക്കും. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ നഖം കൊണ്ടാൽ തന്നെ ഇതങ്ങ് വലയുമല്ലോ. കാണിച്ചാൽ ദേ ഇവിടെ കുറച്ച് പാൻറ്റുകൾ തച്ച് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. മടക്കിയല്ല, തച്ച് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്, സാറ്റൻ. കറക്റ്റ് സാറ്റൻ കേട്ടോ. അതിൻ്റെ ഒരു പിഞ്ചിപ്പോകൽ ഇതിനെന്തായാലും ഉണ്ട്. ഡാൻസ് അല്ലേ, ഒറ്റ യൂസാണ്. അതിനുശേഷം ഈ ഒരു ഡ്രസ്സ് അവർക്ക് കുഞ്ഞുമക്കൾക്ക് ഇതൊന്നും ഇട്ടാൽ അത്ര ചേരത്തൊന്നുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് കൂടിയാണ് പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കാൻ ഞാൻ. ജനൽ തുറന്നതാ, എക്കോ കേൾക്കില്ലെങ്കിൽ. ഭയങ്കര കരിയില വീണ് കുളമായി കിടക്കും കേട്ടോ. മുറ്റത്തോട്ട് നോക്കിയാൽ ഭ്രാന്ത് വരും, മാതിരിയായി കിടക്കുക. നമ്മൾ ഹോം ടൂർ ഇട്ടപ്പോഴേ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സമയം കിട്ടുന്ന പോലെ ഒന്ന് കിച്ചൺ ടൂറും കൂടി ചെയ്യണേ എന്നുള്ള കാര്യം. ഇൻഷാ അല്ലാ നോക്കട്ടെ, നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ജോലി. ഇത് കംപ്ലീറ്റ് ചെയ്യണം. പാൻറ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പോവേണ്ടിയൊക്കെ വന്നാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ കൊളാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ള സമയം പോലെ ചെയ്തെടുക്കണം. ഞാൻ സത്യത്തിൽ രാത്രിയൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ കേട്ടോ. ജോലിയൊക്കെ ഒതുക്കി രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോവേണ്ടി വരത്തില്ല. ജോലിയൊക്കെ ഒതുങ്ങി എല്ലാവരും ഒക്കെ കിടന്നതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ചിങ് പരിപാടിക്ക് അപ്പുറത്ത് വെച്ചിട്ട് ഇരിക്കുക. ഇപ്പോൾ പോയിരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. കാരണം ഇവിടെ എല്ലാവരും കയറി കിടന്ന് ഫാനൊക്കെ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ആ വീടുമായിട്ട് ബന്ധമില്ല, അറിയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ അവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണല്ലോ. പക്ഷേ ഈ വീട്ടിലോട്ട് മാറിയപ്പോൾ നമ്മൾ ജനലൊക്കെ ക്ലോസ് ചെയ്ത് ഫാനും ഇട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പുറത്തെ പരിപാടിയിലൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന് തയ്ക്കാൻ വേണ്ടി ഭയങ്കര പേടിയാട്ടോ. ഞാനിപ്പോൾ രാത്രി അങ്ങോട്ട് പോകൽ കുറവാണ്. തയ്ക്കാൻ വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് പോകുന്നത് തന്നെ. കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പൊളിക്കുന്ന കാര്യം പെട്ടെന്ന് ചെയ്യും എന്നൊക്കെയാണ് ഒക്കെ പറഞ്ഞത്. പെട്ടെന്ന് ഒരു വിധം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു
ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ അതിൻ്റെ പരിപാടി കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഇങ്ങോട്ടേക്ക് മാറ്റണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെ ഇതായി കണ്ടോ, ഇതാണ് അവസ്ഥ. തയ്ക്കട്ടെ, തയ്ച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ഡാൻസിൻ്റെയൊക്കെ ഡ്രസ്സുകൾ ആനുവൽ ഡേക്കൊക്കെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റിയാൽ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു എമൗണ്ടൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും കേട്ടോ. പാൻസൊക്കെ തയ്ക്കുന്ന സമയത്തെ നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് മടക്കുകളൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാവും കേട്ടോ. ഈ സാറ്റിൻ്റെയൊക്കെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമ്മൾ അല്ലാണ്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ചുളിവ് വരും. അപ്പോൾ കറക്റ്റ് അളവെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഇനി പോയിട്ട് തയ്ക്കാനിരിക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൊളാവും. അപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും നിർത്തി വെച്ചിട്ടുള്ള ബിസിനസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അവർ വെറുതെ ഒരു പറച്ചിൽ മാത്രം ആക്കാണ്ട് സംഭവങ്ങളൊക്കെ ചെയ്യട്ടോ. നല്ലൊരു കാര്യമാവട്ടെ. എല്ലാവർക്കും ഈ ഒരു വർഷം വീണ്ടും നമ്മുടെ ബിസിനസ്സും പരിപാടികളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമ്മുടേതായ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ ബിസിനസ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്ക് കുറച്ച് ടൈമിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ ഒന്നിച്ചിട്ട് നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് റെഡിയാക്കണം ഇൻഷാ അള്ളാ. അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.